നീ ചാക്കോ സാറിനെ കണ്ടോടാ? കിടപ്പാന്നോ? തീരെ കിടപ്പാന്നോ? ആളറിയാമോ? അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതിക്കൊണ്ട് വന്നില്ല. നീ ഇപ്പൊ അടി കിട്ടുമെന്ന് ആറുണ്ട്. എനിക്കറിയത്തില്ല വന്നോ ഇല്ലയോ. ഇന്നലെ സ്കൂൾ വിട്ടു പോയപ്പോഴേ വൈകുന്നേരം നീ ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നടാ? എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന്. ഇവിടെ പള്ളിയിലെ അച്ഛനെ അല്ലടാ, നമ്മുടെ അച്ഛനെ. നമ്മുടെ അച്ഛൻ പോലും നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വരണമെന്നാ പറഞ്ഞത്. അങ്ങനാന്നോ പറഞ്ഞത്? ഓ ഞാൻ ഓർത്തിത് എന്തോ ഇടപാടാന്ന് കേട്ടോ. ഇന്നലെ പരീക്ഷ എഴുതിയായിരുന്നോ? ഞാൻ എഴുതി. എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ച കഴിഞ്ഞത്തെ എനിക്ക് സൂപ്പർ ആയിരുന്നു. ഓ എന്റെ ദൈവമേ, എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ തലേദിവസം അല്ലാണ്ട് ചെറുപാലം കഴിച്ചിട്ട് കടന്നാ പോരായിരുന്നോ? അപ്പൊ നല്ലപോലെ പരീക്ഷ എഴുതാൻ പറ്റുമോ? പരീക്ഷയ്ക്കോ? പിന്നെന്തോ ഞാനോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. ഓ ഞാൻ പരീക്ഷയുടെ കാര്യമില്ല നിന്നോട് പറഞ്ഞു. നീ മാർഗം നിന്റെ പേപ്പറിന്ന് കാണിച്ച്. ഇന്നലെ മാർക്കാണോ? ആ അതെ. അയ്യോ ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? 75-3. ഞാൻ കോപ്പി അടിച്ചതാ. കോപ്പി അടിച്ചോ? എടാ ഞാൻ കോപ്പി അടിക്കാം. ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടുവരുമ്പോ അന്ന് ബയോളജിയുടെ കൊണ്ടുവരുമ്പോ അന്ന് കണക്ക്. എന്തിനാ വെറുതെ വെട്ടിക്കളയുന്നത്? അത് ഞാൻ മനസ്സിലാത്തെ. നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ? ഈ 3 മാർക്ക് പോയിട്ട് ഞാൻ എന്തോ ഷൈൻ ചെയ്യാൻ? ഒപ്പിടത്തില്ലോടാ. ഓ അതാണോ ഷൈൻ? ഷൈൻ ഷൈനാണോ? മാർക്ക് കുറവായതുകൊണ്ടാണോ ഈ ഷൂ നെഞ്ഞി വെച്ചേക്കുന്നത്? അല്ല എന്റെ അമ്മയുടെ ഒപ്പം അതാണാ. നിന്റെ അച്ഛൻ്റെ ഒപ്പം നീ നല്ല പഴുതാരം പോന്ന പോലെ ഇരിക്കും. ഞങ്ങൾ അച്ഛനിട്ടേ ഇത് കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഒപ്പിട്ട് മേടിച്ചോണ്ട് വരാ. സാർ സമ്മതിക്കത്തില്ലടാ. സൂപ്പർ ഒപ്പണത്. ഇല്ല ഞങ്ങൾ അച്ഛൻ അങ്ങനെ ചെയ്യാറില്ല. അച്ഛനെ ഒന്ന് പറയണാ. ഞങ്ങൾ അച്ഛൻ നിനക്കറിയാൻ പറ്റുള്ളൂ പന്നിനാ സൂപ്പറാണ്. അല്ലെന്ന് പറഞ്ഞില്ലേ? ഗുഡ് മോർണിംഗ് സാർ. എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേക്കാ ഇത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരെല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം എന്തോ ചെയ്യുന്നു? ബുധനാഴ്ചയായിരുന്നല്ലേ, ഞാനത് മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണോ വന്നേക്കുന്നേ? ഇരിക്കും. അഖിലുണ്ടോ? ഉണ്ട്. ജീവനുണ്ടോ? പിന്നെ ഇവിടെ വന്നിരിക്കുവോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ഇല്ല അവൻ ടൂറ് പോയി. ജീവന്റെ അച്ഛൻ എങ്ങനുണ്ട്? ജീവൻ അച്ഛൻ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇല്ല. ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കും. അനന്തുണ്ടോ? പ്രസന്ന സാർ. എന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. പ്രസന്റ് സാർ. സഞ്ജിത. എന്തെങ്കിലും ഇട്ടോണ്ട് പോകാനാണോ? എടാ ഈ ക്ലാസ്സിലെ സഞ്ജിതയുണ്ടോ? സഞ്ജിത. അത് ടൂർ പോയി കൊടുക്കില്ല. വരുന്നുണ്ടോ? വരുന്നില്ല. സാറ് വയ്ക്കോ? ഞാനും ഒരു 4-4 ആയിട്ടേ ഉള്ളൂ. വരുന്നുണ്ടോ ഈ ക്ലാസ്സിൽ? ടൂറിന് പോയി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. അത് പറയണം. ഇന്നുവരും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നറിയാം. അഖിലിന്റെ അച്ഛൻ വന്നോടാ. അഖിലിന്റെ അച്ഛൻ വന്നോ? പിന്നെ രാവിലെ മൈക്കാട് പഠിക്കുമ്പോൾ അച്ഛൻ വൈകിട്ട് വരത്തില്ലേ? നിന്റെ അച്ഛൻ ഗൾഫിലല്ലോ? എന്റെ അച്ഛനല്ല ഗൾഫില്, എന്റെ അച്ഛനാ ഗൾഫില്. നിന്റെ വീടുപണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തറ കെട്ടിയാ മതി. സാറേ വാർപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുക്കളയുണ്ട്. അതിന് കെട്ടുന്ന മേച്ചിനെ വിളിക്കുന്ന പേരാ തറ. ശരി അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുമായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും കൂടെ എന്തോ വിഷയമായിരുന്നു? എവിടെ കേൾക്കാനറിയാമോ? മോനെ പോയിട്ട് സ്റ്റാഫ് റൂമിന്റെ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാരി ഇരിപ്പുണ്ട്. കൊടുക്കാനാണ്. നിനക്ക് വിഷയം അറിയണോ എന്തോ? അതില്ലേ വിഷയം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം. നിനക്കറിയണോ വിഷയം? ഞാൻ മറന്നിട്ടില്ല. നിനക്ക് ഇനി അടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ ഒന്ന് ഗ്രാമർ എടുത്തായിരുന്നു? ഞങ്ങൾ കണ്ടില്ല. ഗ്രാമർ, മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ? ഇല്ല. എന്നാ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. എന്താ പണിയാ കാണിച്ചത്? ഇതിനകത്ത് പറയുന്നതായിട്ട് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടുവളപ്പിൽ തന്നെ നടന്നു. പശു വലിയ തൊഴിച്ചേ. കർമ്മമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? പറഞ്ഞു മനസ്സിലായോ? നീ തൊഴിക്ക് പറയുന്ന കർമ്മമെന്നാ. നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം ഈ കർമ്മം നടക്കാറുണ്ട്. പണി കഴിഞ്ഞാൽ കർമ്മം ചെയ്യും. അങ്ങനെയും കർമ്മം ചെയ്യും. കർമ്മത്തിന്റെ ബഹളമില്ലവിടെ. ഒരു അടിയാളെ തരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാത്തിരുന്നോണ്ട് സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കരുത്.
അതിനപ്പുറം കയറി സംസാരിച്ചോ. കേകയുടെ ലക്ഷണം പറയടാ. അങ്ങനെ പറ. ആ 4 കാലുണ്ട്, മാനിനെ പോലെ കൊമ്പുണ്ട്. അത് കേക മാൻ. മാനെ പോലെ കൊമ്പുണ്ട്. കേളയല്ല കേക. കേക. നീ എഴുന്നേറ്റ് പറ. നീ പാസ് വിട്ടോടാ. കേകയുടെ ലക്ഷണം പറ. 1 2 എന്നെ കൊണ്ട് 1 2 പറയിപ്പിക്കരുത്. പറയാൻ 3 2 2 എഴുത്തുകൾ 14 6 ഗണം ഒരുത്തവന്റെ കേകയാ. എന്റെ അനന്തു, നീ നന്നായിട്ട് പഠിക്കുന്നതിന് പയ്യല്ലടാ. നിനക്ക് ഈ തുടക്കവും കറക്റ്റാ, ഒടുക്കവും കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്താൽ മതി. അതെന്താ അവിടെ ചെയ്യാത്തതെന്താ? അത് ഞാൻ ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചിരുന്നോ? അടുത്തേക്കോട്ട് ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു. പഠിച്ചോ മലയാളത്തിന്റെ പദ്യം? അടുത്ത ഒരു അവള്. തിങ്കളും താരങ്ങളും തുള്ളി കതിർ ചിഹ്നം കുങ്കുമ ചാണിച്ചവിട്ടിൽ നാടന്റെ വിദ്യാലയം ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മണ്ണുള കൂതിയില്ലേ അറിയോ? ചെല്ലടാ, വിളിച്ചല്ലേ ആ മണ്ണുകളൊക്കെ വേടാ. ആ മണ്ണുകളൊക്കെ ഇന്നലെ എന്റെ നെഞ്ചിലെ മണ്ണുകളെ കണ്ടോ? കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലരള കമിളിണയിൽ സിന്ദൂരം നടന്ന പുലരിമഴ പൂഞ്ചൊളിയിൽ പുന്നാരം. ആ പുന്നാരേ, ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ. ആ പിന്നാരം ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്തോന്ന് കടമിഴിയിൽ കമലതളമെന്നാണോ? അത് കഴിക്കണം. നിനക്ക് സമാധാനം പേരോട് ശ്രദ്ധിക്കും. ആ പുസ്തകം കൊണ്ട് വിളിക്കട്ടെ. മലയാള മാസങ്ങൾ അതറിയാമോ? മലയാള മാസങ്ങൾ എന്ന് പറഞ്ഞേ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ചിങ്ങം, കന്നി, തുലാം, ആയില്യം. ആയില്ലയോ? ആയില്യം എന്ന് വെച്ച സാറേ. ഇവിടെ 12 മാസങ്ങൾ വേണ്ടേ? ഫെബ്രുവരി വന്നത് മലയാള മാസത്തിനകത്ത്. എല്ലാം കൂടെ 12 കിട്ടിയാ പോലെ. എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. 12 കിട്ടിയാൽ മതിയോ? നീ പറയണം. മലയാളം നാളെ എഴുന്നേറ്റ് പറയാം. മലയാളം നാളെ കേട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, ആന്നി, അതെനിക്ക് തോന്നി കേട്ടോ. തോന്നി. മലയാളം നാളുകളുടെ സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന, എനിക്ക് സഹിക്കാൻ പറ്റും. സാർ ഒന്ന് റെസ്റ്റ് എടുത്തു 2 മിനിറ്റ്. ബുക്ക് തരാനോ? എന്തിന്? തുറക്കല് എന്റെ മൈൽപ്പീലി ഇരിക്കുവാ. എടാ മൈൽപ്പീലി ഇതിനകത്ത് പ്രസവിക്കുമ്പോഴേ ഞാൻ ക്ലാസ്സിലെ മഞ്ഞില്ലോ, എനിക്ക് അതിനെ കല്യാണം കഴിക്കാൻ പറ്റും. എടാ തുറക്കരുത്. പ്രസവിച്ചില്ലല്ലോടാ. ഞാൻ ആലോചിച്ചു ഒത്തിരിനാളെ വെച്ചിട്ട് എന്താ ഓർപ്പിച്ചത്? ഇത് പ്രസവം നിർത്തിയ മൈപ്പില്ല. കുപ്പിനകത്തെ മൈപ്പില് കൊണ്ടുവന്നു. ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നോക്കട്ടെ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുമോ? വെച്ചാലേ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹം സാധിക്കും. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നീ ഞാൻ പില്ലി കൊണ്ടിട്ടില്ല. ടീച്ചറെ, കുട്ടികളുടെ കയ്യിൽ നിന്ന് മയിൽപ്പീലി പൊക്കിയിട്ടുണ്ടോ? അതൊക്കെ മതി. ഇപ്പൊ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന്. ടീച്ചർ ഇത് ആ ഹാജർ ബുക്കിനകത്തോട്ടൊന്ന് ചുരുങ്ങി കയറ്റാമോ? അല്ലത് ടീച്ചറെ വെച്ചിട്ട് പോകാനോ? ആ വൈകിട്ട് വിളിക്കാമേ. മേടിച്ചോണ്ട് വരുന്നുണ്ടോ? സംസാരിക്കരുത് വിടുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ. ഇത് വിളിക്കട്ടെ. സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കാം. അവിടെ കൊണ്ടുപോകുക. സൗകര്യമാവുമല്ലോ. ഇനി അടിയാണ് ഞാൻ വരുന്നത്.
ആ മലയാളത്തിലെ പുസ്തകം നമ്മളൊക്കെ ഹിന്ദി എടുക്കാം. ഹിന്ദി. ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും? ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം പേരെന്ത് എന്തെന്ന് എങ്ങനെ ചോദിക്കും? പേര് ക്യാ. അല്ല, പാവയ്ക്ക. എടാ നാം ക്യാ ഹേ അങ്ങനെ ചോദിക്കണം. നാം ക്യാ ഹേ. എനിക്കെവിടെ നീ ക്യാ ഹേ ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ? പോയോ? ആ പാസ്. ഇനി ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. അങ്ങനെ ഹിന്ദി പോയ ഹിന്ദി പോയ എടുത്തിട്ടില്ല. അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ. അതിന്റെ ആദ്യത്തെ ലൈൻ ഒന്ന് പറയാം. ആവോ മിൽക്കർ ഗായേ ഗീത് എന്നൊരു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ, എന്നാ അതോടെ ആവോ മിൽക്കർ ഗായേ ഗീത് ബജായേ ഗീത് ഗായേ ഗീത് ബജായേ ഗീത് ആവോ മിൽക്കർ ഗായേ ഗീത്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. എന്തിനാണെന്നറിയാമോ? നല്ലൊരു ഹിന്ദി പോയി കൊണ്ട് ഓട്ടം തുള്ളലാണ് പോയി. ഒരു ഓട്ടം തുള്ളൽ രീതിയിലുള്ള ഒരു പാട്ട്. മിണ്ടരുത് മിണ്ടരുത് ഇവിടെ കേട്ടോ. ആ ഹിന്ദി പുസ്തകം എടുത്ത് വെച്ചേ. എടുക്കാം. അഖിലേ എഴുന്നേറ്റേ. ആ 4 പട്ടി എഴുന്നില്ലേ? 4. ആ ഒരു 4 4 ഒരു 4 4. ആ 24 24 4 കിടന്നാല് 4 4 എടാ 24 8 8. ആ അത് അറിഞ്ഞില്ലേ? 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 2 4 8ന്റെ പണിയായത്. 8ന്റെ പട്ടികയല്ലോ. 8ന്റെ 8 ആ 16 അതെ എന്റെ. എടാ ഈ 8 16 ഈ 8 16 മൂക്കെട്ട് ആ നോക്കട്ടെ. മര്യാദക്ക് 2 പയരും ആളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ ആരെ കണ്ടിട്ടാണ് ഇറങ്ങിയത്? മൈനെ കണ്ടു. അടുത്തത് ഒരു ചോദ്യം ചോദിക്കുക. ഗണിതശാസ്ത്രത്തിന്റെ പിതാവാര്? എനിക്കറിയത്തില്ല. ശാസ്ത്രത്തിന്റെ സർവർ. ഹലോ. ആ വനജ ടീച്ചറെ, ഈ വനജ ടീച്ചറിന്റെ പിതാവാൻ വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാണ് ആ ടീച്ചറെ. മാറിയോ? അപ്പൊ പുതിയത് മതി. ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു, ഇപ്പൊ പുതിയതിനകത്ത് മാറ്റം ഉണ്ടെന്നാ പിതാവ്. അങ്ങനെ പറഞ്ഞാൽ സിലബസ് മാറിയില്ല. പിതാവും മാറും. പിന്നെ സിലബസ് മാറുമ്പോ പിതാവ് 6നെ 2ആയി ഭാഗിച്ചാൽ എന്ത് കിട്ടും? 6നെ 2ആയി ഭാഗിച്ചാൽ മെഡിക്കലിൽ 2 ഡാം ഉണ്ടാക്കാം. എന്തിനു പഠിക്കാൻ വരുവാണ് അദ്ദേഹത്തെ? മെഡിക്കൽ കണക്കിന്റെ ബുക്ക് എടുത്തു ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുത്ത് സാറേ ഹിസ്റ്ററിയുടെ പുസ്തകം കൊണ്ടെടുക്കാൻ. ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി. എടാ മൈസൂർ. അത് പറഞ്ഞു വരട്ടെ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് അച്ഛനെ ഞാൻ കയറി വരണ്ടേ? അതിന് സാറിങ്ങനെ പറയാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ? ജീപ്പില്. ജീപ്പിലോ? പോലീസുകാരില്ലേ? പോലീസുകാരാണ്. പോർച്ചുഗീസുകാർ. അതെനിക്കറിയില്ല. എഴുന്നേറ്റ് പറ. കപ്പൻപായിട്ട് കപ്പയും കൊണ്ടും കൊഴുകിത്തിട്ട് പായിക്കാർ കിടക്കാനാണ് അവര് വന്നത്. അതോടാ ഇല്ല, അങ്ങനെ സാധനം. പായ് കപ്പലിൽ അതാ ഞാൻ ഉദ്ദേശിച്ചല്ല. ISROയുടെ പിതാവ് ആര് പറ? അനന്ത് പറ. ഇവനാ ഞാനോ? അയ്യോ സാറാണ് പിതാവ്. എപ്പോ സാർ അതിനെ വരുന്ന അന്നേരം അയ്യോ സാറോ അയ്യോ സാറോ. എടാ, അതല്ല. വിക്രം സാരാഭായ്. സാരാഭായി. അയ്യോ ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭായിമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല. കഴിവുള്ളവരുണ്ട് ഇതിനകത്ത്. അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി? മുംതാസ്. ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ. ഉത്തരം എന്റെ ശരിയായിട്ടില്ല. ഇവിടെ കേൾക്കണം. ലോകത്തിലെ 2 അത്ഭുതങ്ങൾ. 7 അത്ഭുതങ്ങളാണുള്ളത്. 2 എണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു. കറക്റ്റ് പറ അനന്ത് പറ. ചൈനയിലെ വെഞ്ചതൽ, വൻപയർ,
എടാ അത് ചീത്തയാണത്. അയ്യോ ഞാൻ മതിലെന്നാ പറഞ്ഞ. അങ്ങനെ മതിൽ എന്നാ പറഞ്ഞത്. ചൈനയുടെ വൻമതിൽ. വൻമതിൽ. ആ തെറ്റിക്കരുതേ. ഇല്ല ഇല്ല, രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതകില് പറഞ്ഞേ. കുട്ടപ്പനാര്? കുട്ടപ്പൻ ഇല്ല, ഉപ്പാപ്പൻ. ചരിഞ്ഞ് നിൽക്കുന്ന പിസ. പിസ പിസയല്ലടാ, ബർഗർ. അത് തിന്നുന്ന സാധനമാ. എടാ അതിന്റെ പേരെന്താന്നാ ചോദിച്ചത്? ഞങ്ങൾക്കറിയില്ല. നാട് വനജ ടീച്ചറെ, ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ, അതിന്റെ പേരെന്തോ? കുഴപ്പമില്ല. എന്തോ എന്താ പറഞ്ഞു സാറേ? ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്ന ടീച്ചർ. അവൻ ആ വിഷയം നീ രക്ഷപ്പെടും. പിന്നീട് നോക്കാം. ഏറ്റവും സംസാരിക്കരുത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്ത്. അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിൽ എന്റെ വീട് ഇരിക്കുന്നേ. ഇനി അഥവാ ഞാൻ ഇനി പോയി എവിടെ ലഭിക്കുന്നതെന്ന് നോക്കാം. അമ്മ മഴയെ തുറക്കുവോ, ഇറക്കി വിടുവോ, എങ്ങനെ കണ്ടുപിടിക്കും? അത് സത്യമല്ലേ? ഇറങ്ങി വേണം, ഇറങ്ങി വേണം, ഇറങ്ങി വേണം. കാരണം ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുമല്ലോ. ഒരു പ്രാവശ്യം സാർ ഇങ്ങോട്ടോ, എന്തായാലും നല്ലതിനല്ല. ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ, ഞാൻ അങ്ങോട്ട് വരാം. കേരളത്തിലെ ഏറ്റവും മഴ ലഭിക്കുന്ന എവിടെ? ലക്കട. ലക്കട. ലക്കട എന്നാടാ? ലക്കടി. ഞാൻ ആരെ അടി പോണിന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മ അങ്ങനൊന്നും അല്ല എന്നെ പഠിക്കുന്നത്. പിന്നെ ഇനി ഹിസ്റ്ററിക്കകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കാറുണ്ടോ? സാറേ എനിക്കൊരു സംശയമുണ്ട്. എന്താ? എനിക്ക് സംശയം ചോദിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാകില്ലേ? ഈ വാസ്കോഡ് ഗാമയുടെ വീട്ടുപേര് തടത്തിൽ പുത്തൻ വീട്. മറക്കാൻ എഴുതിയതാ. എടാ അത് എന്റെ വീട്ടുപേരാണ്. വാസ്കോഡ് ഗാമയുടെ വീട്ടുപേരാ. എന്തുവാന്ന് എന്തിനു വരുവാടാ നീയൊക്കെ? സത്യം